എല്ലാവർക്കും എല്ലാ പ്രോഗ്രാമുകളും കാണാം. എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഡിസംബർ 20 മുതൽ 31 വരെ ഇവിടെ നടക്കുന്നത്? ഒരു ഗാനമേളയോടുകൂടിയാണ് ബീച്ച് ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത്. പ്രാദേശിക കലാകാരന്മാരുണ്ട്, അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള കലാകാരന്മാരടക്കമുള്ള ഇതോടുകൂടിയാണ് ആരംഭിക്കുന്നത്. പിന്നെ വരുന്ന വലിയ പ്രോഗ്രാമിൽ നമ്മുടെ ആട്ടം കലാസമിതി, ഒപ്പം തന്നെ തേക്കിൻകാട് ബാൻഡ്, മ്യൂസിക് ബാൻഡ് തൃശ്ശൂർ ഫേമസ് 22-ാം തീയതി സൺഡേ വലിയൊരു പ്രോഗ്രാമായിട്ടാണ് വരുന്നത്. കൊല്ലം ഷാഫിയുടെ മാപ്പിളപ്പാട്ട് ഉണ്ട്, ഫേമസ് ഉണ്ട്. കൊല്ലം ഷാഫി വരുന്നുണ്ട്. പിന്നെ അതിന്റെ തൊട്ടടുത്ത ദിവസം നമ്മുടെ അഫ്സലിന്റെ ഗായകൻ അഫ്സൽ ഗാനമേളയുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ വലിയ പ്രോഗ്രാമുകളുണ്ട്. ലാസ്റ്റ് ദിവസം രാഘവല്ലി മ്യൂസിക് ബാൻഡിന്റെ ഒരു ഹെവി പ്രോഗ്രാമോടുകൂടി അവസാനിക്കുന്നത്. അതിന്റെ ഇടയിലാണ് അവാർഡ് നൈറ്റ് എന്നുള്ള രീതിയിൽ 60-ാം വാർഷികമുള്ള കുട്ടിക്കുപ്പായ സിനിമയുടെ. അപ്പൊ അതിന്റെ അക്കാലത്ത് അഭിനയിച്ച ഷീല, നിലമ്പൂർ ആയിഷ, പിന്നെ അന്ന് പാട്ടിയോടെ എല്ലാവരും ഈശ്വരി ഉൾപ്പെടെ, പിന്നെ സിനിമയിലെ ഫേമസ് ആയ എല്ലാ ആൾക്കാരും, ടോവിനോ ഉൾപ്പെടെ ഒട്ടുമിക്ക ആൾക്കാർ. അതില് ചരിത്രത്തോടൊരു നീതിയും കൂടെ ഞങ്ങൾക്ക് കാണിച്ചതാണ് തോന്നിയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊയ്തീൻ പടിയത്ത് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സമുദായത്തിൽ അദ്ദേഹത്തെ വേണ്ടത്ര ഓർമ്മിച്ചില്ല. എന്ത് കാരണം കൊണ്ടാണ് അറിയൂട, അങ്ങനെ ചെയ്തില്ല. ആ ചെയ്യാത്തതിനും കൂടെ പ്രായശ്ചിത്തമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ ഏരിയ, ഈ ബീച്ചിൻ്റെ ഒരു വൺ ഓഫ് ദ ഹൈലൈറ്റ്സ് ഓഫ് ദിസ് ബീച്ച് എന്ന് പറയാം. കാരണം കാറ്റാടി മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല സുന്ദരമായിട്ടുള്ള. ദെൻ ഈ ചുമരുകൾക്ക് ഇപ്പോൾ ഒരു പ്രത്യേകത വരും. മാഷനെ പറഞ്ഞോ, ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളായിട്ട് സംസാരിച്ച ശേഷം നമ്മൾ മുസിരിസിന്റെ പൈതൃകം സംബന്ധിച്ച് ഉള്ള ഒരു കാര്യം, അറ്റത്തുനിന്ന് ചിത്രം വരച്ച് ഈ അറ്റം വരെ എത്തുന്നു. അപ്പോൾ വൈകിട്ട് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടുള്ള അത് കണ്ട് അവസാനം വരെ മുസിരിസ് തന്നെ അവർക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാകും. ഒരാളൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് പഴയകാല മുസിരിസ്. വിദേശികളുമായിട്ടുള്ള കച്ചവടം ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയതും പണ്ട് കാലത്ത് ഏറ്റവും സമ്പന്നമായിട്ടുള്ള തുറമുഖവുമായിരുന്നു മുസിരിസ്, അല്ലേ? ഇത് വിശ്വസിക്കപ്പെടുന്നത് മുസിരിസിന്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത് ഇതായിരുന്നു എന്നാണ്. മുനമ്പം ഇതായിരുന്നു. ഇനി പോകുന്നത് നമ്മള് ബീച്ച് ഷാക്കിന് നമ്മളങ്ങനെ പെർമിഷൻ കൊടുക്കുന്നുണ്ടോ വിത്തൗട്ട് ആൽക്കഹോൾ? ഇല്ല, ഇപ്പൊ ആയിട്ടില്ല. നമുക്കത് കൊടുക്കണം ഭാവി. എടാ, ഇനി തൊട്ടടുത്ത ദിവസം നമ്മളത് കൂടിയിട്ട് തീരുമാനം എടുക്കണമെങ്കിൽ പോകും, പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഈ ചൂളമരങ്ങൾക്ക് ഇടയിൽ ഡിസംബർ 25-ാം തീയതി മൊത്തം ക്രിസ്മസിന്റെ രാത്രി നക്ഷത്രങ്ങൾ ഇടുന്നതാണ് നമ്മുടെ ഈ സമിതി, ബീച്ച് ഫെസ്റ്റിവലിന്റെ സമിതി ആലോചിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണ ഇതൊക്കെ ഇത് വരുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇയാള് വലിയൊരു കക്ഷിയാണ് കേട്ടാ, ഇതെടുക്കണയിൽ ഒരു വലിയ കക്ഷിയാണ്. പൊക്കം മാത്രമല്ല കേട്ടാ, വേറെ കാര്യമൊന്നുമില്ല. ഇവിടെയാണ് അതിൻ്റെ ഒരു സംഗതി. നമ്മൾ ഗോവയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോകുമ്പോൾ ബീച്ച് ഷാക്കുകൾ, അതിൻ്റെ ഫ്രണ്ടിൽ ചെയർസ് ആൻഡ് ടേബിൾസ്, അതിനപ്പുറത്ത് സൺബെഡ്സ്, അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾക്ക് ആലോചിച്ചിട്ടുണ്ടാവില്ല നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ വന്നാലോ എന്നുള്ളത്. അപ്പോൾ ഈ മുസിരിസ് ബീച്ച് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു സ്റ്റോൾ അങ്ങനെ കൊടുത്താലോ എന്നുള്ളൊരു ആലോചന. ഇപ്പോൾ ഒരു സ്റ്റോൾ ആദ്യത്തെ ഒരു ഇത് വെച്ചിട്ട് മോഡലാക്കി ചെയ്യാൻ പറ്റും. അതിനുശേഷം അത് കുറച്ചും കൂടെ ഉയർന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ആളുകളുടെ ഇത് വിളിച്ച് പരസ്യം നടത്തി ആളുകളെ കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ട്. ഈ പുലിമുട്ടാണ്. ആ പുലിമുട്ടിനുള്ള പ്രത്യേകത ഇവിടെ നിന്ന് അറ്റം വരെ ആളുകൾക്ക് പോകാം. അവിടെ ഒരു ചീനവല ഇപ്പോൾ പുതിയതായിട്ട് സ്ഥാപിക്കപ്പെട്ടു. എവിടെ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1.5-2 കിലോമീറ്റർ കഷ്ടി, 2 അല്ല അതിൽ കൂടുതൽ ചിലപ്പോൾ കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 20 മുതൽ ഡിസംബർ 31 വരെ നമ്മളുടെ മുസിരിസ് മുനക്കൽ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പല പരിപാടികളുണ്ട്. അതോടൊപ്പമാണ് നമ്മളുടെ ഈ ബീച്ച് ഷാക്ക് ഒരെണ്ണം തുടങ്ങാനുള്ള പ്ലാനും ഉള്ളത്. അപ്പോൾ ബീച്ച് ഷാക്കിന് വേണ്ടവർക്ക് വിളിക്കാമല്ലോ, അല്ലേ? ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നടത്തി പരിചയമുള്ളവർക്ക് ഇവിടെ ബീച്ച് ഷാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം എക്സ്പെൻസ് ഒന്നും വരില്ല നിങ്ങൾക്ക്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഈ നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇങ്ങോട്ടുള്ള പവർ കൺസംഷൻ അതൊക്കെ നമ്മൾ കറക്റ്റ് കൊടുക്കും, അല്ലേ? തരാവുന്നതാണ്. പിന്നെ ആദ്യം വരുന്നവർക്കാണ് ഭയങ്കരമായ പരിഗണന, ഭയങ്കരമായ സപ്പോർട്ട് കിട്ടുക. അപ്പോൾ അത് വളരെ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ അപ്പോൾ ഈ ടോട്ടൽ സംസ്കാരം തന്നെ മാറും. മാഷെ, ഞാൻ എന്താ പറയുക, എല്ലാ വീഡിയോയിലും വരുന്നവരെ ഞാനൊരു ഹഗ് ചെയ്യാറുണ്ട്. മാഷെ ഹഗ് ചെയ്യട്ടെ. ഇതാണ് ഞങ്ങളുടെ ജനകീയനായ MLA ടൈസൺ മാസ്റ്റർ. ഓക്കെ, അപ്പോൾ മാഷ് പറഞ്ഞതുപോലെ ബീച്ച് ഫെസ്റ്റിന് വരിക. താങ്ക് യു.